നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളെയും കണക്ട് ചെയ്തെടുക്കാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയാനും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന എനർജിയാണ് നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജ്. എല്ലാവരും കാണണം. മാത്രമല്ല നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യാൻ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതിനകത്ത് നിങ്ങളൊരു മടി വെക്കരുത്. കാരണം നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാട്ടോ നിങ്ങൾക്ക് നല്ലൊരു എനർജി ഇതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത് അഫർമേഷൻസ് എഴുതണം കേട്ടോ. അഫർമേഷൻസിൻ്റെ പവർ ഭയങ്കരമാണ് കേട്ടോ മക്കൾ. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഒരു തമാശ പോലെ ഒരിക്കലും അഫർമേഷൻസിനെ കാണരുത്. നമുക്ക് പിന്നൊരു കാര്യമാണ് കേട്ടോ, ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അഫർമേഷൻസ് ഒരു ഇച്ചിരി കൂടുതൽ, നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ, പക്ഷേ ആ സ്വപ്നങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണ്. അത് നമ്മളിലേക്ക് വന്നാൽ നമുക്കത് ഡീല് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം കേട്ടോ ചെയ്യുമ്പം. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും ഒന്ന് പതറിപ്പോകും. അതുകൊണ്ട് അഫർമേഷൻസ് എഴുതുമ്പം, മാനിഫെസ്റ്റേഷൻ കാണുമ്പം, സ്വപ്നങ്ങൾ കാണുമ്പം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം. അത് നമ്മളിലേക്ക് വരും, അതിന് യാതൊരു സംശയം ഉണ്ടാവില്ല. പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, അതിനുള്ള പവർ ഉണ്ടാകണം. നിങ്ങളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് സാമ്പത്തിക ഭദ്രതയ്ക്കാണ് കേട്ടോ. പണം എത്ര നമ്മളിലേക്ക് വന്നാലും നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മെറ്റീരിയലിസ്റ്റിക്കായ വീട്, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ കണക്റ്റ് ചെയ്ത് എടുക്കാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്, അഫർമേഷൻസ് എഴുതുന്നത് അങ്ങനെ തന്നെ നമ്മളിലേക്ക് വരും. കാരണം ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. നമുക്കതൊരു തമാശ പോലെ തോന്നും, ചെറുതായി നമ്മളങ്ങ് എഴുതി വിടുകയാണ്, അഫർമേഷൻസ് എഴുതുകയാണ്. എനിക്ക് ഇന്ന കാര്യം ചെയ്ത് തന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് നമുക്ക് ലഭിച്ചു എന്ന രീതിയിലാണ് എത്തിച്ചേരുന്നത്. ആ സംഭവം നമ്മളിലേക്ക് വന്നു ചേരുന്നതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെന്ന് ഉറപ്പ് വരണം. പതറിപ്പോകരുത്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യാവുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, സാമ്പത്തികത്തെ നിങ്ങൾ എത്ര വേണമെങ്കിലും കോടികൾ, മില്യൺ എനർജിയിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തോ, അത് നമ്മളിലേക്ക് വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ ദിവസം കൊണ്ട് അത് തീർത്തു കൊടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്തോളുക കേട്ടോ. പിന്നെ റൈറ്റ് ഹീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. അസൂയയും വെറുപ്പും വൈരാഗ്യവും ശത്രുതയും ഒന്നും നമുക്ക് ആരോടും വേണ്ട. എല്ലാവരോടും സ്നേഹം മാത്രം. ആര് രക്ഷപ്പെട്ടാലും, മറ്റൊരാൾക്ക് എന്തു കാര്യങ്ങളുണ്ടായാലും നമ്മളതിൽ സന്തോഷിക്കണം. ദൈവത്തോട് നന്ദി പറയണം. അവർക്കത് കൊടുത്തതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, അവർക്കും ആ ഒരു സംഭവത്തിൽ എത്താൻ പറ്റി, ആ മറ്റൊരാൾക്കും സക്സസ് ആവാൻ പറ്റി. അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. അതെല്ലാം നമുക്ക് മാറ്റങ്ങൾ മാത്രമേ വരുത്തുകയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും നിങ്ങൾ മറക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്, മറ്റ് ശത്രുദോഷം എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെനിക്ക് പോസിറ്റീവായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ, അവർക്ക് എന്നോട് സ്നേഹവും ദയയും കരുണയുമാണെന്ന് തന്നെ അഫർമേഷൻസ് എഴുതിക്കൊള്ളുക. ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെന്നോട് ചെയ്യുന്ന തെറ്റിനും, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് അവരോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ നിരുപാധികമായി അവരോട് ക്ഷമിക്കുന്നു. അവർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, അവർക്ക് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ അഫർമേഷൻസ് എഴുതണം. തീർച്ചയായിട്ടും നിങ്ങളിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, സക്സസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ലൈഫിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദുഃഖിച്ചിരിക്കരുത്. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം, ശക്തരാവണം. നമ്മുടെ മനസ്സിന് എപ്പോഴും പവർ കൊടുക്കണം. ഞാൻ സക്സസ് ആകും, എനിക്കൊന്നിനെയും ഭയമില്ല, ഏത് സിറ്റുവേഷൻസിനെയും ഞാൻ വെറും സിമ്പിളായിട്ട്, വെറും നിസ്സാരമായിട്ട് മാനേജ് ചെയ്യും. ഒരു പ്രശ്നങ്ങളും എന്നെ ബാധിക്കില്ല, ഒന്നും എന്നെ സ്പർശിക്കുകയില്ല. ഞാൻ ഡിവൈൻ ബ്ലെസ്സിങ്സോടു കൂടി, ഡിവൈൻ പ്രൊട്ടക്ഷനോട് കൂടി പോകുന്നൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം.
റിലേഷൻഷിപ്പുകൾ ഏതാണെങ്കിലും സ്നേഹത്തോടു കൂടി വളരെയധികം പോസിറ്റീവായിട്ട് മാത്രമേ അവരെ കാണാവുള്ളൂ. നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാകും, മറ്റുള്ളവരെ വെച്ച് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടാകും, നമ്മളെ ഇമോഷണലി തകർത്ത് കളഞ്ഞിട്ടുണ്ടാകും. ഇതൊന്നും നമ്മൾ അവരിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട. അതെല്ലാം നമ്മളുടെ ആ ഒരു സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നു. അത് ആ ഒരു വ്യക്തിയാലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യോഗമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാവുള്ളൂ. എപ്പോഴും നമ്മളെ ദ്രോഹിച്ചവർക്കും നമ്മളെ ഒറ്റപ്പെടുത്തിയവർക്കും നമ്മളെ മോശം പറഞ്ഞവർക്കും കൂടെ നിന്ന് നമ്മളെ ചതിച്ചവർക്കും എല്ലാം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയേ ചെയ്യാവുള്ളൂ. അവർക്ക് നല്ലത് വരണം, അവരുടെ തെറ്റുകൾ അവർ തിരുത്തട്ടെ എന്ന് മാത്രമേ ചിന്തിക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴും ഫ്രഷ് ആക്കി വെച്ചേക്കുക. പുള്ളി നമുക്ക് വേണ്ടി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തോളും. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു, ചില കാര്യങ്ങൾ ആരംഭിക്കുന്നു കേട്ടോ. ജീവിതത്തിൽ നിന്നും എടുത്തു കളയേണ്ടതാകുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് എടുത്തു കളയാൻ സാധിക്കുന്നു. അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അസാധ്യമെന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ പോലെ നിങ്ങളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു അംബീഷൻ, നിങ്ങളുടെ ഒരു ആഗ്രഹം, സ്വപ്നം, പാഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നത്. ഒരു നല്ലൊരു ബിഗ് ചേഞ്ചിങ് എനർജിയിലേക്കാണ് നിങ്ങൾക്ക് ജീവിതം കണക്റ്റഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി നിങ്ങളിലേക്ക് വരുന്നു. പാഷൻ എനർജി തന്നെയാണ് കേട്ടോ. കരിയർ പരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും ബന്ധങ്ങളെ ബേസ് ചെയ്താണെങ്കിലും നിങ്ങളുടെ ഒരു നഷ്ടം നികത്തപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദുഃഖം അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആവാൻ പോകുന്നു. ചെറിയ പാതകൾ, പുതിയ പുതിയ പാതകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഓപ്പൺ ആക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിനി എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ, ആക്ഷൻ എടുക്കാൻ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന ദിവസവും കൂടിയാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ പതർച്ചയുണ്ടായതായ പ്രശ്നങ്ങൾ, നിങ്ങളൊന്ന് ഭയന്ന, അല്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയും കൂടി കണക്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു ജസ്റ്റിസ് എനർജിയാണ്, നിങ്ങൾ നീതിപൂർവ്വം കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് നീതിപൂർവ്വം സ്ട്രോങ് ആയിട്ടൊരു കമാൻഡിങ് എനർജിയിലേക്ക് മാറണമെന്നാണ് കാണുന്നത്. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അത് മുന്നോട്ടേക്ക് സക്സസ് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ഡയറക്ഷനിലാണ് നിങ്ങളിപ്പോൾ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്ന ഒരു ഫ്രീഡം എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നതായിട്ടുള്ളൊരു എനർജി കൂടി കാണുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ പകച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ, നിങ്ങളുടേതാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ചില അവസരങ്ങൾ കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു നിമിഷം ഒരു ഭയത്തോടു കൂടി, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില സത്യങ്ങളെ നിങ്ങളിങ്ങനെ അടിച്ചമർത്തി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പലയിടത്തും നിങ്ങൾക്കത് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് 5 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കരിയർ പരമാകുന്ന സിറ്റുവേഷൻസിൽ കുറേ കാലമായിട്ട് നിങ്ങളിങ്ങനെ ഭയന്ന് ഒരു ബൗണ്ടറി ഇട്ട്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു സക്സസ് ആണ് കേട്ടോ. നിങ്ങളെ ഓവർ കൺട്രോൾ ചെയ്യുക, നിങ്ങൾക്ക് നേരെ ഫൈറ്റിംഗ് ചെയ്യുക, നിങ്ങളെ ഒരു എന്താ പറയുക കുറ്റവാളിയെ പോലെ നിർത്തുക, ഓവർലോഡോ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്കിലേക്ക് അധ്വാനത്തിൻ്റെ ഭാരം നൽകുക. കരിയർ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആ ഒരു സക്സസ്, നിങ്ങളുടെ ഒരു കഴിവിനെയൊക്കെ മറ്റുള്ളവർ പരിഹസിക്കും
പ്രവർത്തിക്കുന്നു, അതായത് നിങ്ങളെ ഒന്ന് താഴ്ത്തി കെട്ടുക എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ കറക്റ്റ് ദിശയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ സ്തംഭിച്ച് നിൽക്കുകയൊന്നും വേണ്ട, നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 2 ഓഫ് സോഴ്സിൻ്റെ എനർജി, സോഴ്സുകളുടെ എനർജി വന്നാൽ കർമ്മപരമാകുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണേണ്ട സമയം, അതായത് അവിടെ നമ്മുടെ മനസ്സിനല്ല പ്രാധാന്യം കൊടുക്കേണ്ട, നമ്മുടെ ചിന്തകൾ, ഇൻ്റലക്ച്വലി നമ്മൾ പ്രവർത്തിക്കണം, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം, പ്രവർത്തിക്കണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, അതുപോലെ തന്നെ ആക്ഷൻ എടുക്കണം. ഇതെല്ലാം ബുദ്ധിപൂർവ്വമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഒരു തകർച്ച വരിക എന്നത് ഡിഫിക്കൽറ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഷെയർ മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഫിനാൻഷ്യലി കണക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു ബ്ലോക്കേജ് എനർജി നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ഒന്നിലധികം വ്യക്തികൾ, അതായത് നിങ്ങളിലാണ് അതിൻ്റെ ഭാരം, സാമ്പത്തികപരമാകുന്ന ചില ഭാരം നിങ്ങളെ ബേസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലും പേരൻസിനെ ബേസ് ചെയ്തും അവരുടെ സാമ്പത്തികമോ അല്ല അവർക്ക് വേണ്ട സാമ്പത്തികമോ ഒക്കെ നിങ്ങളായിരിക്കാം കൈകാര്യം ചെയ്യുക. അതുപോലെ ബിസിനസ്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിലാണ് കൂടുതൽ ഉത്തരവാദിത്തം ഇരിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. ടോട്ടലി നോക്കുമ്പോൾ നിങ്ങളിലാണ് നേതൃത്വം നിൽക്കുന്നത്. പക്ഷേ അവിടെ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. ചിലർക്കൊരു ഹാർട്ട് ബ്രോക്കൺ എനർജി വരുന്നുണ്ട് കേട്ടോ. ചില വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. ഒരു എന്താ പറയുക, വിശ്വാസക്കേടിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ കുറച്ച് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന സിറ്റുവേഷൻസുകളൊക്കെ സാമ്പത്തികപരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്ത് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും ഫാമിലി പരമായിട്ടാണെങ്കിലും പേരൻസിനെയൊക്കെ മാത്രം നിങ്ങളാൽ പ്രൊട്ടക്റ്റഡ് ആക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം നിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ എപ്പോൾ ചെയ്താലും അവിടെ വളരെയധികം ശ്രദ്ധിച്ച് ഓർമ്മയില്ലാത്തവർ എഴുതി വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. ഒരു ഹാർട്ട് ബ്രോക്കൺ, ഒരു ഇമോഷണൽ ചീറ്റിങ് അല്ലെങ്കിൽ ഒരു പെയിൻ എനർജി നിങ്ങൾ ഇത്രയും നാളും ചെയ്തതിനൊരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ കരിയറിൽ കുറച്ച് ആളുകൾക്ക് സക്സസ് വരുന്നുണ്ട്. ചില യാത്രകളൊക്കെ കരിയറിനെ സംബന്ധിച്ചും സാമ്പത്തികപരമാകുന്ന അബണ്ടൻസിനെ സംബന്ധിച്ചൊക്കെ ചില യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ കരിയർ പാതയിൽ ഒരു വിജയവും ഫിനാൻഷ്യൽ അബണ്ടൻസും വരുന്നതിനൊപ്പം കുറച്ചൊരു ബ്ലോക്കേജ് കൂടി കണക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രതിസന്ധികളുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള പവർ വേണം. ഒന്നിലധികം കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് പ്രതിസന്ധി വരുന്നത് കേട്ടോ. അതായത് ഒരു ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്യാതെ ഒന്നിലധികം ഫീൽഡുകളിൽ നോക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. പക്ഷേ കരിയർപരമാകുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരുന്നുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മറികടക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആളുകൾ ഉണ്ടാകും, നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകാൻ ആളുകൾ ഉണ്ടാകും എന്ന എനർജിയും നമുക്കിതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. സാമ്പത്തികപരമായിട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ ഒരു റിജക്ഷൻ എനർജി കാണുന്നുണ്ട് കേട്ടോ. ഫാമിലി പരമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു അകൽച്ചയോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എനർജി അവിടെ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും അകൽച്ചയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ വരുന്നു. പുതിയൊരു ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ, സ്നേഹവും പ്രണയവും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്കിവിടെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സൗഹൃദ വലയങ്ങളിലൊക്കെ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഓവറായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികപരമാകുന്ന കാര്യത്തെയും ഹെൽത്ത് പരമാകുന്ന കാര്യത്തെയും ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. സാമ്പത്തികവും ഹെൽത്തും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കുറേ ആളുകളുടെ എനർജിയിൽ നിങ്ങൾ സെലിബ്രേഷൻസും ഫ്രണ്ട്ഷിപ്പ് എനർജിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോകുമ്പം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്ന സമയം കാണുന്നുണ്ട്. ഇന്നൊരു സെലിബ്രേഷൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. അത് സാമ്പത്തികപരമാകുന്ന ചെറിയൊരു ലോസ് എനർജിക്ക് കാരണമാകുന്നുണ്ട്. പിന്നീട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ 4 ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്ട്രെസ് എനർജിയാണ് കേട്ടോ. നിങ്ങൾ എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പേഴ്സണെ കുറിച്ചായിരിക്കാം. നിങ്ങളുടെ ഫാമിലിക്ക് മുമ്പിൽ ഒരു ഹൈഡിങ് എനർജി നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു ഹൈഡിങ് എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലി എതിർക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു സ്ട്രെസ് എനർജിയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ലാത്തൊരു സിറ്റുവേഷൻസാണ്. മസ്കുലൻ എനർജീനെയാണ് കേട്ടോ അവിടെ കാണിക്കുന്ന ആ ഒരു സ്ട്രെസ് എനർജി ആയിട്ട്. നിങ്ങൾ വളരെയധികം ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പിന്നീട് പറ്റും കേട്ടോ. നിങ്ങളുടെ ഫാമിലിക്ക് എതിർപ്പോ മറ്റു കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് കണക്റ്റഡ് ആയിട്ട് അതായത് പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ കുറച്ച് ബെർഡനൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ബെർഡൻ വരുന്നത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങൾ വന്ന് കയറുന്നത്, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിനകത്തൊരു ഡിലേ എനർജി വരുന്നത് ഒരു ഡബിൾ എനർജി പ്രസൻസിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമായി എന്നാണ് കാണുന്നത്. ആക്ഷൻ എടുക്കുക എന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങളിങ്ങനെ തലയിലേറ്റാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് പൂർണ്ണതയിൽ എത്തിക്കുക. അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങളെ നമ്മൾ തലയിലേക്ക് വലിച്ചു വെക്കുമ്പം നിങ്ങളുടെ സമയം നല്ലതല്ല. നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ സിറ്റുവേഷൻ വിധി മോശമാണെങ്കിൽ നിങ്ങൾക്ക് പവർ ലോസിങ് വരും. ചുറ്റും നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിൽ നല്ല ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ സക്സസ്, ഒരു വിക്ടറി എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡബിൾ എനർജിയുടെ പ്രസൻസ് നിപ്പുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോകുക. ശത്രുക്കളുടെ ഒരു ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ചെറിയൊരു ശത്രുവലയം കണക്റ്റഡ് ആകപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ അഫർമേഷൻസും റൈറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പം നിങ്ങളിലേക്ക് കൂടുതൽ പ്രോബ്ലംസുകൾ ഫസ്റ്റ് ടൈം വന്നു ചേരും കേട്ടോ. അത് പിന്നീട് നിങ്ങളെ നിന്ന് വിട്ടുപോകും. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവും നെഗറ്റീവും നല്ല പിശാചും ദൈവവും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ഇറക്കി കളയുന്ന ആ നെഗറ്റീവിനെ നമ്മൾ പുറത്തേക്ക് കളയുമ്പം അതനുസരിച്ച് നമ്മളെ മുറുകെ പിടിച്ച് അതിലേക്ക് നിങ്ങളെ വഴുതി വീഴ്ത്താൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് റൈറ്റിംഗ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളയുക. അഫർമേഷൻസ് എഴുതി നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. അത് നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അബണ്ടൻസ് ആണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സ്ട്രെസ് എനർജി, മറ്റുള്ളവരെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് ഫാമിലിക്കുള്ളിലൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് ഇന്ന് നിങ്ങൾക്കൊരു അബണ്ടൻസ് ഉണ്ട്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. അതുപോലെ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്യണം കേട്ടോ. നിങ്ങൾക്കൊരു ഇംബാലൻസിങ് എനർജി തോന്നുന്ന ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുനർവിചിന്തനം നടത്തണം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തിന്, അതായത് ഒരു പ്രോജക്റ്റ് വർക്ക് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ലീഗൽ പരമാകുന്ന കാര്യമായിക്കോട്ടെ,
എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കണക്ട് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൻ്റെ ഒരു റീയൂണിയൻ ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഒരു ഇഷ്യൂ പരമാകുന്ന കാര്യം നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് ചാടി യെസ്സും നോയും ഒന്നും പറയരുത്. ഒരു പുനർവിചിന്തനം നടത്തി അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് പറയാവുള്ളൂ, തീരുമാനം പറയാവുള്ളൂ കേട്ടോ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും പുതിയ ഒരു ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് ജോലി സംബന്ധമായിട്ടോ ഫിനാൻസ് സംബന്ധമായിട്ടോ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരോട് അന്വേഷിച്ചറിഞ്ഞ് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും ഒന്നാലോചിച്ച് വെയിറ്റിംഗ് ചെയ്ത് മറുപടി പറയുക കേട്ടോ.